എല്ലാവർക്കും നമസ്കാരം. ഞാൻ അരുന്ധതി. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ശ്രീമതി സൈജ എസ് രചിച്ച് ശ്രീ NG സുരേഷ് കുമാർ പുല്ലങ്ങടി ചിത്രീകരണം നടത്തിയ ഡ്രോൺ ഡ്രോൺ ഡൗൺ ഡൗൺ എന്ന പുസ്തകത്തെ കുറിച്ച് പറയുവാനാണ്. ശ്രീമതി സൈജ എസ് ഒരു അധ്യാപികയും എഴുത്തുകാരിയുമാണ്. നിലാവിലെ പാട്ടുകാർ, ഇത് ഞാനാ, ഞങ്ങൾ അമ്പലമാമന്റെ ഫാനാ, നിങ്ങളോ തുടങ്ങിയ ബാലസാഹിത്യ പുസ്തകങ്ങൾ ശ്രീമതി സൈജ എസിന്റെ പ്രശസ്തമായ മറ്റ് പുസ്തകങ്ങളാണ്. ഈ ഒരു പുസ്തകത്തെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നത് ഇതിന്റെ ചിത്രീകരണം തന്നെയാണ്. അല്ലെ, കണ്ടില്ലേ എത്ര മനോഹരമാണ്. ഈ ഒരു പുസ്തകത്തിന്റെ ചിത്രീകരണം നടത്തിയിട്ടുള്ളത് NG സുരേഷ് കുമാർ പുല്ലങ്ങടി എന്ന ചിത്രകാരനാണ്. 30 വർഷമായി ചിത്രീകരണ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ചിത്രകാരനാണ് NG സുരേഷ് കുമാർ പുല്ലങ്ങടി എന്ന വ്യക്തി. KR നാരായണൻ ഫൗണ്ടേഷൻ അവാർഡ്, കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2020 ഏറ്റവും മികച്ച ചിത്രകാരനുള്ള അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള വളരെ പ്രശസ്തനായ ഒരു ചിത്രകാരനാണ് NG സുരേഷ് കുമാർ പുല്ലങ്ങടി എന്ന വ്യക്തി. ഈ ഒരു പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡ്രോൺ ഡ്രോൺ ഡൗൺ ഡൗൺ എന്ന പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രേറ്റ് പാന്തർ എന്ന് പറയുന്ന കടുവയാണ്. ആദ്യമൊക്കെ ദ ഗ്രേറ്റ് പാന്തർ എന്ന കടുവേനെ ആ ഒരു കാട്ടിലെ ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷേ അതിനുശേഷം ഈ ഒരു കടുവ കണ്ടുപിടിച്ച ഒരു ഡ്രോണ് കൊണ്ട് ഈ കാട്ടിലെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി. അതിനുശേഷം ഈ ഒരു ദ ഗ്രേറ്റ് പാന്തർ എന്ന കടുവയെ എല്ലാവരും അംഗീകരിക്കുകയാണ്. എല്ലാവരും അവരിൽ ഒരാളായിട്ട് അംഗീകരിച്ച് അവനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് വരുന്നത്. വളരെ ലളിതമായി ഉള്ള ഭാഷയിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് എല്ലാ കുട്ടികൾക്കും അനായാസമായി വായിക്കുവാനും അതുപോലെ തന്നെ ആസ്വദിക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് ഇത്. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളിൽ ഒന്നാണ് ഈ ഒരു പ്രശസ്തമായ പുസ്തകം. അപ്പം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ്. എല്ലാവരും വായിക്കില്ലേ?